ചായയും ഇന്ത്യൻ രാഷ്ട്രീയവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം. ചായ എന്നത് വെറുമൊരു പാനീയമല്ല, രാജ്യത്തിന്റെ അതിരുകൾ ഭേദിക്കുന്നതും ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്നതുമായ ഒരു സാംസ്കാരിക പ്രതിഭാസമാണിത്. ചായ ലോകമെമ്പാടുമുള്ള ആളുകളെ ബന്ധിപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ചായയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്ന ഇന്ത്യയിൽ അത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചായ എങ്ങനെ സങ്കീർണമായി ഇഴചേർന്നിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ചായക്കടകളിലെ അനൗപചാരിക ചർച്ചകൾ മുതൽ ഉന്നതമായ നയതന്ത്ര യോഗങ്ങൾ വരെ. ഉദാഹരണത്തിന്, കേരളത്തിൽ ചായക്കടകൾ ചായക്കോപ്പുകൾ ഊതിക്കുടിക്കുവാനുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, അവ വിവര കൈമാറ്റത്തിന്റെയും രാഷ്ട്രീയ വ്യവഹാരത്തിന്റെയും കേന്ദ്രങ്ങളാണ്. ചായക്കടയും ചായക്കടക്കാരനും വിശ്വസ്തനും ശ്രോതാവും ചിലപ്പോൾ ഒരു രാഷ്ട്രീയ ഉപദേശകനുമായിരുന്നു എന്നതാണ് ചരിത്രം. ചായ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചായ് പേ ചർച്ച ക്യാമ്പയിനുകൾ മുതൽ ഉന്നതതല നയതന്ത്ര യോഗങ്ങൾ വരെയുള്ള നമ്മുടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഏറ്റവും നിർണായകമായ ചില നിമിഷങ്ങൾക്ക് ചായ ഒരു നിശബ്ദ സാക്ഷിയാണ്. എന്നിരുന്നാലും രാഷ്ട്രീയ പ്രതീകാത്മകതയ്ക്കിടയിൽ ഈ എളിയ ഇലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് തേയില തൊഴിലാളികളെ നമുക്ക് ആദരവോടെ ഓർക്കാം. ഓരോ സിപ്പിലും ഒരു കഥയുണ്ട്. ചായയുമായുള്ള നരേന്ദ്രമോദിയുടെ ബന്ധം കേവലം ഒരു കഥയല്ല, ഇത് ഇന്ത്യയുടെ സ്ഥായിയായ ആത്മാവിന്റെ പ്രതിഫലനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ രേഖാചിത്രത്തിൽ ഒരു വ്യക്തി വേറിട്ട് നിൽക്കുന്നു: നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ യാത്രയിൽ ചായയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ചായയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ബന്ധം ചായവാല എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എളിയ തുടക്കത്തിൽ ചായ വിൽക്കുന്നതിൽ നിന്ന് പ്രധാനമന്ത്രിയാകുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ ഉൾച്ചേർത്ത അഭിലാഷ പൂർത്തീകരണത്തിന്റെ ഉദാഹരണമാണ്. മോദിയുടെ മൃദു നയതന്ത്രത്തിന്റെ ഉപകരണമായി ചായ മാറിയിരിക്കുന്നു. ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ആഗോളവേദിയിൽ സംഭാഷണം സുഗമമാക്കുകയും ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് തേയില തൊഴിലാളികളുടെ അധ്വാനം ഈ എളിയ ഇലയുമായി രാജ്യത്തിന്റെ സ്നേഹബന്ധം വളർത്തുന്നു. അതിനാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾക്കൊപ്പം നാം കപ്പുകൾ ഉയർത്തുമ്പോൾ, ഒരു കപ്പ് ചായ ആസ്വദിക്കുമ്പോൾ അതിന്റെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൂക്ഷ്മമായ സ്വാധീനവും ഓർക്കാം. ഒപ്പം ഈ എളിയ ഇലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് തേയില തൊഴിലാളികളെ നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രീയ വിവരണങ്ങളുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും ഗ്ലാമറിനിടയിൽ അവരുടെ അധ്വാനം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. മൊത്തത്തിൽ ചായ അതിന്റെ ലളിതമായ പാനീയ പദവിയെ മറികടന്ന് ഇന്ത്യയിലെ സംസ്കാരം, രാഷ്ട്രീയം, ഉപജീവന മാർഗം എന്നിവയുടെ പ്രതീകമായി മാറുന്ന ഒരു കാഴ്ച ഓർമ്മിപ്പിച്ചുകൊണ്ട് സിന്ധൂസ് ഫുഡ് സ്റ്റോറിയിൽ കാത്തിരിക്കാം മറ്റൊരു നല്ല എപ്പിസോഡിനായി. താങ്ക് യു.